ഓണം കളക്ഷനാണ്. നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നമുക്ക് ഓണത്തിനും ഡ്രേപ്പ് ചെയ്യാം, അതല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. കാരണം നല്ലൊരു കേരള ക്രീം, പേൾ ക്രീമിലാണ് സാരിയുടെ ബോഡി വന്നിട്ട്. ഒരു ആന്റിക് സെറി ബനാറസി സ്റ്റൈലുള്ള നല്ലൊരു ബോർഡറാണ് സാരിക്ക് അപ്പർ ബോർഡർ ആയിട്ട് വരിക. ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. ടൈനി മോട്ടീവ്സ് ത്രൂ ഔട്ട് ദ സാരിയിലും വരുന്നുണ്ട് ബോഡിയിൽ. അത് കഴിഞ്ഞ് ലോവർ ബോർഡർ വരുമ്പോൾ നല്ലൊരു പീകോക്കിലും ഫ്ലോറൽ ഡിസൈൻസിലുമാണ് ആ ഒരു വർക്ക് വരുന്നത് സാരിയിൽ. ഡബിൾ ബോർഡർ പാറ്റേണിലാണ് ലോവർ ഏരിയ വരുന്നത്. ഒരു പീകോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും ഒരു റെഡ്, ഗ്രീൻ ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലായിരിക്കും വരിക. അത് കഴിഞ്ഞ ഒരു സെറി വുവൻ സ്റ്റൈലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്, സിമ്പിൾ ബ്ലൗസാണ് വരുന്നത്. ആ ഒരു പേൾ ക്രീമിൽ തന്നെ സാരിയിലുള്ള അതേ ബോർഡർ ഉണ്ടല്ലോ, ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിൽ പേൾ ക്രീമിൽ ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. എൻറ്റയർ സാരി ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. മുന്താണി വരുമ്പം ലൈൻസ് ആണ്, ഗോൾഡൻ സെറി വീവിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ലോ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ നല്ലൊരു പീകോക്ക് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിലാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം, കാരണം ഇതിൽ റെഡും ഗ്രീനും വരുന്നുണ്ട് ആ ഒരു പീകോക്ക് മോട്ടീവ്സിൽ. അപ്പോൾ റെഡ് ബ്ലൗസ് നമുക്ക് നല്ലതായിരിക്കും. ആ ഒരു പാരറ്റ് ഗ്രീൻ ടോണിലുള്ള ബ്ലൗസ് ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. പൈപ്പിംഗ് എല്ലാം വെച്ച് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എലഗന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓണം മെറ്റീരിയലാണ്. നെക്സ്റ്റ് സാരി ആ പേൾ ക്രീം തന്നെ, കേരള ക്രീം തന്നെ സാരി വന്നിരിക്കുന്നത്. വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് വരുന്ന നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ, ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിലാണ്. ഇതിൽ ഈ ഒരു യെല്ലോ ബ്ലൗസ്, മസ്റ്റേർഡ് യെല്ലോ ബ്ലൗസ് ഒക്കെ ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ. നല്ല വർക്കിലുമാണ് സാരി വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് വർക്കാണ് സാരി വന്നിരിക്കുന്നത്. സിമ്പിൾ ബോർഡറാണ്, അപ്പർ പോർഷൻ വരുന്ന സിമ്പിൾ ബോർഡർ വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. അതൊരു ബ്രൗണിലാണ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ഒരു ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ, ബ്രൗൺ ആ ഒരു ടോണിൽ ഫ്ലോറൽ ഡിസൈൻസും ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. ഈ ഒരു കളറിലെ ബ്ലൗസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അതേ അപ്പർ ബോർഡറിൽ തന്നെയുള്ള ഒരു സെറി വുവൻ സ്റ്റൈലിൽ ത്രെഡ് വീവിലും സെറിയിലുമാണ് ആ ബോർഡർ വരുന്നത്. ഡബിൾ ബോർഡർ സ്റ്റൈലിലായിരിക്കും ലോവർ ഏരിയ വരിക. ഇതായിരിക്കും പാറ്റേൺ വരിക. നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് എല്ലാം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരി. ഈ ഒരു യെല്ലോ ബ്ലൗസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി. ബ്ലൗസ് വരുന്നത് പേൾ ക്രീമിൽ പ്ലെയിൻ വന്നിട്ട് അതേ ബോർഡർ, ആ ഒരു ത്രെഡ് വീവിലും സെറിയിലുള്ള ബോർഡറാണ് അപ്പർ പോർഷനിൽ വരുന്നത്. മുകൾ ഭാഗത്ത് വരുന്ന ബോർഡർ കണ്ടല്ലോ, ഈ ഒരു ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരിക. നല്ലൊരു ഓണം വൈബിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ഓരോ സാരിയും ഡിഫറെന്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. എല്ലാ സാരീസിനും ഒരു ബേസ് വരുന്നത് പേൾ ക്രീം, കേരള ക്രീം തന്നെ വന്നിട്ട് ഡിഫറെന്റ് വർക്കിലാണ്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലും ഡിഫറെന്റ് പാറ്റേണിലുള്ള ബോർഡേഴ്സിലാണ് സാരി വരുന്നത്. ഇത് തേർഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതും നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ്. എൻറ്റയർ സാരിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഫുൾ ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും ഒരു വർക്ക് വരുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ. ജാൽ ഡിസൈൻസ് വരുന്നത് ബ്ലാക്ക് ത്രെഡിലും ഫ്ലോറൽ പാറ്റേൺസ് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡിലുമാണ്. ഒരു ടെമ്പിൾ വുവൻ സ്റ്റൈലിലുള്ള സിമ്പിൾ ബോർഡർ. ഫുൾ സാരി സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. അതേ ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും മുന്താണിയിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഫുൾ വർക്ക്, സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് പല്ലു, ബ്ലൗസ്. ഡിഫറെന്റ് ലുക്കിലാണ് ഓരോ സാരിയിലും ഒരു വർക്ക് വരുന്നത്. ഇത് വരുന്ന നല്ലൊരു വെർലി ഡിസൈനിലാണ്, അതും നല്ല മൾട്ടി കളറിലുള്ള വെർലി പാറ്റേണിലാണ്. ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സെയിം സ്റ്റൈൽ അതേ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ഫുൾ ആ ഒരു ബോഡി വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ. ഇതൊരു ബനാറസി സ്റ്റൈലിലുള്ള സെറി വുവൻ പാറ്റേണിലാണ് അപ്പർ ബോർഡർ വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ വെർലി ഡിസൈൻസിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ലോവർ ഏരിയ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണ്. ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. പേൾ ക്രീം ബ്ലൗസ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. റെഡ്, ഗ്രീൻ, നല്ലൊരു കോപ്പറിഷ് ബ്രൗൺ ആ ഒരു ടോണിലാണ് വെർലി ഡിസൈൻസിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഡബിൾ സൈഡും ആ ഒരു ആന്റിക് സെറി ബനാറസിയിലുള്ള ആ ഒരു പാറ്റേണിലുള്ള ബോർഡറാണ് വരുന്നത്. എൻറ്റയർ ബോഡി സെയിം സ്റ്റൈൽ, സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് ആ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് കളറിലാണ്, പേസ്റ്റൽ കളർ പാലറ്റിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അതിലെ തന്നെ മോട്ടീവ്സ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നുണ്ട്. നല്ലൊരു ഗ്രീൻ, പീച്ച്, ബേബി പിങ്ക്, പേസ്റ്റിൽ ഒരു ടീൽ ഗ്രീൻ ആ ഒരു ടോണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോഡിയിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഫുൾ ബോഡി ഇതേ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ഒരു ബേസ് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ ഇതാണ് പാറ്റേൺ. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഇതാണ് ആ ഇന്ന പോർഷൻ ഇങ്ങനെ വരും. സാരിയുടെ അകവശമാണ് ഈ കാണിക്കുന്നത്. ഫുൾ അതേ വർക്ക് തന്നെയാണ് വരുന്നത് സാരിക്ക്. സെറിയിലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ടായിരിക്കും ലോവർ ഏരിയയിൽ ഒരു ഡബിൾ ബോർഡർ സ്റ്റൈലിലായിരിക്കും സാരിയിലെ ലോവർ പോർഷൻ വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ അതേ ലൈൻസിൽ തന്നെയായിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ്, പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് വരുന്നത്. മൾട്ടി കളർ ത്രെഡിൽ വീണ്ടും നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് അടുത്ത സാരി വന്നിരിക്കുന്നത്. എല്ലാം ഡിഫറെന്റ് പാറ്റേണിലാണ്. ആ ഒരു തീം എല്ലാം സെയിം തന്നെയാണ്. കേരള കളർ തന്നെയാണ് എല്ലാ സാരീസിനും വരുന്നത്. ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് മാറുന്നത്. കോമ്പിനേഷൻസും ഓൾമോസ്റ്റ് സെയിം തന്നെ. ആ ഒരു ഓണം കളർ പാലറ്റ് ഉണ്ടല്ലോ,
റെഡ്, ഗ്രീൻ, ബ്രൗൺ ആ ഒരു ടോണിലാണ് എല്ലാ സാരീസിലും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബേസ് കളർ വരുന്നത് കേരള ക്രീം തന്നെയായിരിക്കും. എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആണ്. ഫുൾ ബോഡി വരുന്നുണ്ട്. സിമ്പിൾ ബോർഡർ ആണ്. സെറിയിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും അപ്പർ പോർഷൻ വരിക. ലോവറിൽ വരുമ്പോൾ ബോഡി ആദ്യം കാണിക്കാം. ബോഡിയിൽ വരുന്ന ഈ ഒരു മോട്ടീവ്സ് ആയിരിക്കും. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് നല്ല പാറ്റേണിലാണ് ലോവർ ഏരിയയിൽ ആ ഒരു വർക്ക് വരുന്നത്. സാരി വരുന്ന സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ മെറ്റീരിയൽ. മാറ്റ് ഫീലിലാണ് സാരി വരുന്നത്. വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു ഗ്ലോസി ആയിട്ടായിരിക്കും വീഡിയോയിൽ വരുന്നത്. സാരി മാറ്റ് ഫീലിൽ തന്നെയാണ് വരുന്നത്. നല്ല പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത്. നമ്മൾ ലേസി പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നവർക്കും ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നവർക്കും ഈ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത് കേട്ടോ. അതെല്ലാം നമുക്ക് വൺ ലെയറിൽ ഡ്രേപ്പ് ചെയ്യാം. ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്. ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കുമാണ്. സെറി വുമൻ ലൈൻസിലാണ് സാരിയുടെ മുന്താണി. എല്ലാ സാരീസും ഒരേ പാറ്റേണിൽ തന്നെ പ്ലെയിൻ ആ ഒരു പേൾ ക്രീമിൽ വിത്ത് ബോർഡർ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് അടുത്ത വർക്ക് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്ക് വന്നിരുന്നത് പേൾ ക്രീം തന്നെ, കേരള ക്രീം തന്നെ സാരിയുടെ ബേസ് വന്നിട്ട് നല്ല പാറ്റേണിൽ സാരിയിൽ ടെമ്പിൾ വീവിലാണ് സാരിയുടെ ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ലുക്കിലായിരിക്കും സാരിയിൽ ഒരു വർക്ക് വരുന്നത്. പീകോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും ഒരു ഡിയ മോട്ടീവ്സ് എല്ലാം വരുന്നുണ്ട്. മാൻ്റെ മോട്ടീവ്സും ഫ്ലോറൽ പാറ്റേണിലുമാണ് സാരിയിൽ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതായിരിക്കും ഒരു ലുക്ക് വരിക. ടെമ്പിൾ ഡിസൈനിലുള്ള സിമ്പിൾ ബോർഡർ, ത്രെഡ് വീവിൽ ടെമ്പിളിലാണ് സാരിയുടെ ആ ബോർഡർ വന്നിട്ട് നല്ല വർക്കാണ്. ഫുൾ ബോഡി വരുന്നത് ഈ ഒരു ലുക്കിലായിരിക്കും. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ലൊരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. പേൾ ക്രീം തന്നെയാണ്. പേൾ ക്രീം വിത്ത് ആ ഒരു പിങ്ക് ആണ് സാരിയുടെ കോമൺ, ഡാർക്ക് പിങ്ക് ആണ് വരുന്നത്. ടെമ്പിൾ ഡിസൈനിലുള്ള സിമ്പിൾ ബോർഡർ. ഇതിന്റെ ആ ഒരു ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ നല്ലൊരു തിക്കായിട്ട് നല്ലൊരു എംബോസ്ഡ് പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്, ലൈൻസിലാണ് സാരിയുടെ മുന്താണി. അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും സ്ട്രൈപ്പ് ഡിസൈൻസിൽ റണ്ണിങ് ബ്ലൗസും വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ പല്ലു, ഇത് വരുന്നത് ബ്ലൗസ് ആണ്. നെക്സ്റ്റ് സാരി വീണ്ടും നല്ലൊരു പാറ്റേണിലും നല്ലൊരു കോമ്പിനേഷനിലുമാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. പേൾ ക്രീം തന്നെ വിത്ത് സിമ്പിൾ ബോർഡർ. ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ തന്നെ വരുന്നത്. ഇതിന്റെ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഞാൻ കാണിക്കാം. നല്ലൊരു ബേർഡ് മോട്ടീവ്സിലും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിൽ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ, ഗ്രീൻ, പിങ്ക് ആ ഒരു ടോണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരും. നല്ലൊരു ഓണം തീമിൽ തന്നെയാണ്. ആ ഒരു കിളിയും പൂവും എല്ലാം ഉണ്ട് ഫ്ലോറൽ ഡിസൈൻസിൽ. സിമ്പിൾ ബോർഡർ രണ്ട് സൈഡിലും ടെമ്പിൾ ഡിസൈനിലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിയുടെ മുന്താണി. സ്ട്രൈപ്പ് ഡിസൈൻസ് അതേ സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് സാരി കട്ട് വർക്ക് പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത്. സിമ്പിൾ ബോർഡർ ആയിരിക്കും ഒരു ഭാഗത്ത് വരുന്നത്. ലോവർ ബോഡി കംപ്ലീറ്റ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ലോവറിൽ വരുമ്പോൾ കട്ട് വർക്കിലാണ് ആ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. ബോഡിയിൽ ഈ ഒരു മോട്ടീവ്സ് ആയിരിക്കും എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട്. ലോവർ ഏരിയ വരുമ്പം കട്ട് വർക്കും ഫ്ലോറൽ ഡിസൈൻസിലുമാണ്. ഇതാണ് പാറ്റേൺ വരിക. ഒരു വേവി ഡിസൈനിൽ ഹണികോം കട്ട് വർക്ക് വന്നിട്ട് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. വീണ്ടും അതേ സിമ്പിൾ ബോർഡർ തന്നെയായിരിക്കും വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള പല്ലു ആൻഡ് സ്ട്രൈപ്പ് ഡിസൈൻസിൽ പല്ലുവിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസും വരുന്നത്. വീണ്ടും നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് അടുത്ത ഓണം സാരി വന്നിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് റെഡിലാണ്, റെഡ് വീവിലാണ് എംബ്രോയിഡറി വർക്ക് ഫുൾ ബോഡി വരുന്നുണ്ട്. അതിലൊരു ഗ്രേഷ് ബ്ലാക്കിൽ തന്നെയുള്ള ടെമ്പിൾ ഡിസൈനിലുള്ള വുവൺ പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഫുൾ ബോഡി ഇതേ സ്റ്റൈലാണ്. ബ്ലാക്കിലും റെഡിലും നല്ലൊരു ഇക്കത്ത് പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ത്രെഡ് വുവൺ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡിയിൽ നല്ലൊരു ലുക്കിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ നല്ലൊരു മാംഗോ മോട്ടീവ്സിലാണ് ലോവർ ഏരിയ വരിക. വീണ്ടും ടെമ്പിൾ പാറ്റേണിൽ ആ ഒരു ഗ്രേയിലാണ് ടെമ്പിൾ ഡിസൈനിൽ സാരിയുടെ ബോർഡർ വരുന്നുണ്ട്. ഇതിന് നമുക്ക് ഈ ഒരു ഗ്രേ ബ്ലൗസ് ഇതിന് കൂടെ വരുന്നുണ്ട് സ്ട്രൈപ്പ് ഡിസൈൻസിൽ. അതല്ലെങ്കിൽ സിംഗിൾ കളറിൽ ഗ്രേ ബ്ലൗസോ റെഡ് ബ്ലൗസോ എല്ലാം ഡ്രേപ്പ് ചെയ്ത നല്ലൊരു ലുക്ക് ആയിരിക്കും. ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ. ഇതെല്ലാം നമുക്ക് ഓണം കഴിഞ്ഞും ഉപയോഗിക്കാവുന്ന സാരീസാണ്. നമുക്ക് ഓണം മെറ്റാറായിട്ട് ഉപയോഗിക്കാം, അതല്ലാതെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഓഫീസ് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്ന സാരീസാണ്. ഷോർട്ട് പല്ലുവാണ് വരുന്നത് ലൈൻസിൽ, സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെ ബ്ലൗസ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. ഓണം മെറ്റീരിയൽ ആയിരുന്നു വന്നത്. എല്ലാം കേരള ക്രീം, പേൾ ക്രീമിലായിരുന്നു സാരീസ് വന്നത്. ഡിഫറെന്റ് പാറ്റേണിലായിരുന്നു ഓരോ സാരിയിലും ആ ഒരു പൂവർ ഡിസൈൻസ് വന്നത്. ഇത് ലാസ്റ്റ് സാരിയാണ്. ഇത് നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നല്ലൊരു വേവി ഡിസൈനിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. മസ്റ്റേർഡ് യെല്ലോ വിത്ത് കോഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ. ബേസ് കളർ വരുന്നത് അതേ പേൾ ക്രീം. ആ ഒരു കോഫി ബ്രൗണിലാണ് ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സാരിയിൽ. വർലി ഡിസൈനിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് മസ്റ്റേർഡ് യെല്ലോ വിത്ത് ബ്രൗണിലാണ് വർലി ഡിസൈനിലുള്ള പാറ്റേൺസ് വന്നിട്ട്. ഇതായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് കോഫി ബ്രൗൺ. നല്ലൊരു വേവി പാറ്റേണിൽ ഒരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഗ്രീനിൽ തന്നെ ബ്രൗണിൽ തന്നെയാണ് ലോവർ ബോർഡർ വരിക. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഗോൾഡൻ സെറി വിത്ത് കോഫി ബ്രൗണിലാണ് ത്രെഡ് വീവിലാണ് സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. സെയിം സ്റ്റൈൽ ബോഡി. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്.
ആ ഒരു ഗോൾഡൻ സെറി ലൈൻസിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള മുന്താണി, പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്.